പ്രജിത, ഇപ്പോഴേ ഈ ചാവ എന്ന് പറഞ്ഞൊരു ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ട്. അതില് ആ സിനിമയിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ മുഗൾ സാമ്രാജ്യത്തിലെ അവസാനത്തെ രാജാവായ ഔറംഗസീബ്, ഔറംഗസീബും പിന്നെ മറ്റൊന്ന് ഛത്രപതി ശിവജിയുടെ മകനായ സംഭാജി. ഇവര് രണ്ട് കഥാപാത്രങ്ങളായിക്കൊണ്ടുള്ള ഒരു ചിത്രമാണ് ഈ വന്നിരിക്കുന്നത്. അതില് പതിവ് പോലെ ഈ ഒരു വിവാദം ഈ ഔറംഗസീബുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഔറംഗസീബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചരിത്രം പഠിക്കുമ്പോഴേ അറിയാം, അച്ഛനെ പിടിച്ച് ജയിലിലിട്ട മഹാനാണ്, സഹോദരങ്ങളെ നിഷ്കരണം അധികാരത്തിന് വേണ്ടി കൊന്ന മകനാണ്. അപ്പൊ അതുകൊണ്ട് ആ കഥാപാത്രത്തിന് ആരും പെട്ടെന്ന് മറക്കൂല. അപ്പൊ ഇതിനെക്കുറിച്ച് ഈ ഉണ്ടായിരിക്കുന്ന വിവാദവും ഇതിന്റെ അനുബന്ധമായ ചില സംഭവങ്ങളും നമുക്ക് പറയാനുണ്ട്. ഈ ഒരു വിവാദം എന്ന് പറയുന്നത് ചുമ്മാ കുരുപൊട്ടി ഉണ്ടായ ഒരു വിവാദമല്ല. ഇതിനു മുമ്പും ഇതുപോലെ കുരുപൊട്ടിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് വിശദീകരിക്കാം. അത് വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഈ സിനിമയുടെ കാര്യം പറയും. അതായത് ഈ ചാവ എന്ന് പറയുന്ന സിനിമ ചേട്ടൻ പറഞ്ഞതുപോലെ ഛത്രപതി ശിവാജിയുടെ മകൻ സംഭാജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഇത് ഇത്രയും വിവാദമാകാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഔറംഗസീബിനെ വളരെ ക്രൂരനായ ഒരു മുഗൾ ഭരണാധികാരിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന ഒരൊറ്റ കാരണമേ ഉള്ളൂ. അതായത് നേരെ തിരിച്ച് ഈ ഒരു സിനിമയിൽ സംഭാജിയെ അത്തരത്തിൽ ചിത്രീകരിക്കുകയും ഔറംഗസീബിനെ വാഴ്ത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇവിടെ എല്ലാവർക്കും സന്തോഷമായനെ, കൈയടിച്ചേനെ, എല്ലാം സംഭവിച്ചേനെ. പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സംഭാജിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം മാതാപിതാക്കളെ വിട്ടുപോവുകയും ഔറംഗസീബിൻ്റെ രാഷ്ട്രീയത്തിലൊക്കെ ആകർഷണനായി പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് പോകുകയാണെങ്കിൽ അത് നമുക്ക് വേറൊരു എപ്പിസോഡായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. ചേട്ടൻ അതുപോലെ തന്നെ പറഞ്ഞു വെച്ചു ഈ ഔറംഗസീബ് എന്ന് പറയുന്ന മുഗൾ ഭരണാധികാരിയുടെ ഒരു പൂർവ്വചരിത്രം എന്താണ് എന്നുള്ളത്. ഞാൻ ചോദിക്കുന്നത്, ഈ മുഗൾ ഭരണാധികാരികൾ തച്ചുടച്ചു പോയിട്ടുള്ള, അതായത് കാശി വിശ്വനാഥ ക്ഷേത്രം അടക്കം തച്ചുടച്ചു കളഞ്ഞിട്ടുള്ള ഒരു മുഗൾ ഭരണാധികാരിയാണ് ഈ പറയുന്ന ഔറംഗസീബ്. മഹാതെമ്മാടിയായിരുന്നു. പക്ഷെ അദ്ദേഹം സ്വയമായിട്ട് ഇവർ വെക്കുന്ന ഒരു തൊപ്പിയുണ്ട്, അതിന് എന്തോ ഒരു പേര് പറയാം കേട്ടോ, എനിക്കറിയില്ല. അത് തുന്നും. അദ്ദേഹം വളരെ എന്താ പറയുക, അദ്ദേഹം ഇത് തുന്നി വിറ്റിട്ടുള്ള കാശ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഖബറ് നടത്തണം, കൂടുതൽ ആർഭാടങ്ങൾ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് വെച്ചിട്ടാണ് ഇവർ ഇദ്ദേഹത്തെ മഹാൻ പ്രകീർത്തിക്കുന്നത്. ഞാൻ അത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർക്കുകയായിരുന്നു, അച്ഛനെ പിടിച്ച് ജയിലിലിട്ട ആളാണ്. അതെ, സഹോദരനെ നീ രാജാവാകൂ എന്നും പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയിട്ടാണ് മുട്ടയടിച്ച് ആനപ്പുറത്ത് നഗ്നനാക്കി നടത്തിയതിനു ശേഷം കൊന്നുകളഞ്ഞിട്ടുള്ളയാളാണ്. സഹോദരന്മാരുടെ മക്കൾക്ക് സ്വന്തം കൈകൊണ്ട് വിഷം കൊടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ഇദ്ദേഹത്തെ മഹാനാക്കി പ്രകീർത്തിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴേ ചിന്തിക്കേണ്ടത്, ഇത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ, അതായത് മതപരമായിട്ടുള്ള നികുതി ചുമത്തുന്നുണ്ട്. അതായത് അമുസ്ലിമുകൾ ഇസ്ലാമിക രാഷ്ട്രത്തിൽ താമസിക്കുമ്പോൾ നടത്തേണ്ട ഒരു നികുതിയുണ്ട്, ആ നികുതി കൊടുക്കണമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് തനി താലിബാനിസമാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള ഒരു ആളെ പ്രകീർത്തിക്കാത്തതിന് കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഇതിനു മുമ്പ് ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കാശ്മീർ ഫയൽസ് ഇറങ്ങിയായിരുന്നു. അത് കാശ്മീരി പണ്ഡിറ്റുകളെ വേട്ടയാടിയതിന്റെ കഥയായിരുന്നു. അത് പലർക്കും കൊണ്ടു. എന്തുകൊണ്ടാണ് അത് കൊണ്ടത്? അതുപോലെ തന്നെ മലയാളത്തിൽ പുഴ മുതൽ പുഴ വരെ എന്ന് പറയുന്ന രാമസിംഹൻ എന്ന ഇപ്പൊ നാമം സ്വീകരിച്ചിട്ടുള്ള അലി അക്ബറിന്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ഈ പറയുന്ന തരത്തിലുള്ള വലിയൊരു പ്രചാരം കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ കണ്ടവരുടെ റിവ്യൂസ് ഞാൻ കേട്ടിരുന്നു, കണ്ടിരിക്കാൻ കഴിയില്ല. അത്തരത്തിൽ തന്നെയാണ് ഔറംഗസീബുമായി ബന്ധപ്പെട്ടുള്ള ഈ സിനിമ ചാവ ഇറങ്ങിയപ്പോൾ. അതായത് എങ്ങനെയാണ് സംഭാജി മഹാരാജിനെ ഔറംഗസീബ് കൊല്ലുന്നത്, തൊലിയുരിച്ചും ഉപ്പ് പുരട്ടിയും അങ്ങനെ ക്രൂരമായിട്ടാണ് ഇല്ലാതെയാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്രൂരനായ ചക്രവർത്തിയെ അതേ രീതിയിൽ അവതരിപ്പിച്ചത് കൊണ്ടാണ്
ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ ചരിത്രത്തെ മറന്നുകൊണ്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് ഇത്ര പോരാടിയിട്ടുള്ള നമ്മുടെ രാജാക്കന്മാരെ, നമുക്ക് വേണ്ടി പോരാടിയിട്ടുള്ള അത്തരത്തിലുള്ള എത്രയോ സേനാനികളുണ്ട് അല്ലേ? രാജഭരണകാലം മുതൽ അത് കഴിഞ്ഞ് എത്തുന്നത് വരെ അവരെ എല്ലാം മറികടന്നുകൊണ്ട് ഈ വന്നുപോയവരുടെ മുഴുവൻ ചരിത്രം പഠിക്കുകയും നമുക്ക് ഒരു ചരിത്രവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ പലപ്പോഴും പലരോടും ചോദിച്ചിട്ടുണ്ട്, ഇതെന്തിനാണ് ഇങ്ങനെ അവരെ കുറിച്ച് പറയാത്തത് എന്തുകൊണ്ടാണ്, നമ്മൾ ഇവരെ കുറിച്ച് പഠിക്കുന്നത് എന്തുകൊണ്ട്? അതിന് നമുക്ക് എന്ത് ചരിത്രമാണുള്ളത്? നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ലേ? അത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ വാര്യംകുന്നൻ്റെ സംഭവം എടുക്കുക. വാര്യംകുന്നനെ മഹാനാക്കി ചിത്രീകരിച്ചില്ല എന്നുള്ളതാണ് ആ ചിത്രത്തിന് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം. വാര്യംകുന്നന് ഖിലാഫത്ത് പ്രസ്ഥാനം ആ സമയത്ത് 1921 കാലഘട്ടത്തിൽ ശക്തമായി വന്നുകൊണ്ടിരുന്ന ഒരു സമയത്താണ് നമ്മുടെ നാട്ടിലേക്ക് അതും എത്തുന്നത്. സത്യത്തിൽ ഖിലാഫത്തിന് വേണ്ടി പോരാടിയിരുന്ന ഒരാളാണ് വാര്യംകുന്നൻ. അദ്ദേഹമാണ് ആ മാപ്പിള കലാപം നടത്തുന്ന മെയിൻ ആള്. അപ്പോൾ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള അതിൽ പെട്ടുപോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം കുടിയാൻ ജന്മി ഒരു വ്യവസ്ഥിതി ഉള്ളത് കൊണ്ട് കുടിയാന്മാരുടെ ഈ പീഡനം കുടിയാന്മാർക്ക് ജന്മിമാരുടെ പീഡനം സഹിക്കാൻ പറ്റാതെ വന്ന സമയത്ത് കുറച്ചു പേർ മതം മാറിപ്പോയിട്ടുണ്ട്. ഇവരുടെ പ്രധാന അജണ്ട നാട്ടിൽ വന്നതിന് ശേഷം മതം മാറ്റുക എന്നുള്ളതാണല്ലോ. മതം മാറ്റാതെ എന്തുകൊണ്ട് ഒരു സമൂഹത്തിന് ഇത് എന്താ പറയുക നന്മ വരുത്താൻ വേണ്ടി പ്രവർത്തിച്ചുകൂടാ എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. അപ്പോൾ ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ആ സമയത്ത് ഈ മാപ്പിള കലാപം പോലും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആ കലാപത്തിൽ വാര്യംകുന്നൻ മഹാനാണ് എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു ഇവിടെ. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഔറംഗസീബിന്റെ കാര്യം പറഞ്ഞിട്ടും വന്നിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഇത്തരം സിനിമകൾ ഇനിയും വരും, ഇനിയും നിർമ്മിക്കപ്പെടണം. നമ്മുടെ രാജ്യത്തെ ഇത്തരത്തിലുള്ള ക്രൂരമായി നമ്മുടെ നാടിനെ എന്താ പറയാ നമ്മുടെ രാജാക്കന്മാരെയൊക്കെ ഇല്ലാതെയാക്കിയിട്ടുള്ള നമ്മുടെ സംസ്കാരത്തെ ഇല്ലാതാക്കി കളഞ്ഞവരെ കുറിച്ച് അവരുടെ യഥാർത്ഥ മുഖം കാണണം. നമ്മുടെ ഇനി വരുന്ന പ്രവർത്തികളാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഞാൻ കണ്ട ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞ ലാസ്റ്റ് ഒന്നും നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അതെ, സത്യം പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ച് രാജ്യസ്നേഹം വരും. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് അതാണ്. ഈ രാജ്യസ്നേഹം വരുന്നത് ഈ പറയുന്ന സുഡാപ്പികൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് സുഡാപ്പി കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ കലി മൂക്കുന്നത് ചേട്ടന് അറിയാലോ, സ്വാഭാവികമാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഈ നാടാണ് ഭരിക്കുന്നത്, മോദി ഗവൺമെന്റ് ആണ്. ഇനിയും വരും എനിക്ക് തോന്നിയ ഒരു സൈക്കോളജി എന്തെന്നറിയാം, ഈ പറയുന്ന ഈ സിനിമ ഔറംഗസീബിനെ ഇങ്ങനെ പറഞ്ഞതുപോലെ ഈ മറ്റു സിനിമകളൊക്കെ പറഞ്ഞതുപോലെ എന്തിന് പർദ്ദ ധരിക്കുന്നതിൽ വരെ നമ്മൾ എന്തെങ്കിലും ഒരു കമന്റ് പറയുന്നത് ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അറിയിപ്പ് പോലെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഇപ്പൊ ഒരു കൊച്ചുകുട്ടിയുണ്ട്, ഒരു വലിയ കുട്ടിയുണ്ട്. അപ്പൊ ഈ രണ്ടുപേരും വീട്ടിൽ, ഞാൻ ഉദാഹരണം പറയുക, അപ്പൊ തന്നെ ആ വീട്ടില് കൊച്ചായിട്ട് ഒരാളിങ്ങനെ രണ്ടുപേരുള്ള ഒരു അതിഥിയായിട്ടൊരു കൊച്ചുകുട്ടിയോടെ പറയുന്നത്. നമ്മൾ അതിഥിയെ കൂടുതൽ സ്നേഹിക്കാൻ പോകുമ്പോൾ ഈ ഇവിടെയുള്ള ആള് ചെറുതായിട്ടൊരു കുശുമ്പൊക്കെ കാണിക്കും. ഞാനും ഈ വീട്ടിൽ ഉള്ളത് തന്നെ, എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് പോലെ ഞങ്ങളൊക്കെ ഇവിടെ ഈ ലോകത്തുണ്ട്. ഞങ്ങളിങ്ങനെ ഒരു ജാതി മതസ്ഥർ ഇവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ഓർത്താൽ നല്ലത് എന്ന് ഈ പറയുന്ന ഫൈസി നടത്തിയ പ്രസംഗം പോലെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൂടെ ഒരു ഇല്ലാത്ത കാരണം പറഞ്ഞ് ഹോയ് ഞങ്ങളിവിടെ ഉണ്ട് എന്നൊന്ന് അറിയിക്കുന്ന സ്റ്റൈലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പറയുന്നതൊക്കെ ശുദ്ധ വിഡിത്തരമായിരിക്കും. അതില് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ, കുറച്ച് നാളുകൾക്ക് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്ത്യ അല്ല ഇപ്പോഴും ഇന്ത്യ. അതായത് ഇപ്പൊ ഈ സുഡാപ്പി കുഞ്ഞുങ്ങൾക്ക് അഴിഞ്ഞാടാനുള്ള ഒരു സാഹചര്യമില്ല. പണ്ട് അവരുടെ അഴിഞ്ഞാട്ടത്തിനൊത്ത് തുള്ളിക്കൊണ്ടിരുന്ന ഗവൺമെന്റുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതെ, ഇപ്പൊ അങ്ങനെയല്ല ചേട്ടാ. ഇപ്പൊ വന്ന് രാഷ്ട്രീയത്തിൽ വരെ നമുക്കറിയാലോ, BJP-യിലേക്കൊക്കെ ഉള്ള കൊഴിഞ്ഞുപോക്ക് അതിഭീകരമായിട്ടുണ്ട്. ഇവര് സമ്മതിക്കാതിരുന്നാലും അതൊരു സത്യമാണ്. ആ കൊഴിഞ്ഞുപോക്കുണ്ട്. അതായത് ഇപ്പോഴത്തെ തലമുറ അടക്കം
ഇനി വരുന്ന തലമുറയടക്കം മാറി ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇവർക്ക് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ പ്രാധാന്യം, ഇവര് ഉദ്ദേശിച്ചിരുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിലേക്കുള്ള വഴിക്ക് ഒരു തടയാണ് അവിടെ. ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു മതേതര രാഷ്ട്രമാണ്, അതിന് ഇസ്ലാമിക രാഷ്ട്രം എന്നൊക്കെ ചിന്തിക്കാനൊക്കെ ഇവർക്ക് അത്രയ്ക്ക് ഇവർക്ക് അങ്ങ് വളർന്നു. അവർ വളർന്നിരുന്നു. പക്ഷെ ഇപ്പോ എന്താ പറയാ, കൂമ്പൊടിച്ചു എന്ന് പറയൂലേ, അതിനെ കൂമ്പൊടിച്ചു. അപ്പൊ പൊടിച്ചു വരാനുള്ള തത്രപ്പാടിലാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും. കാര്യം ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് ഇപ്പൊ ഈ BJP ഭരണത്തിന് മുമ്പ് മറ്റുള്ളവർ കാണിച്ചു വെച്ച ചേഷ്ടകളാണ് ഇതെല്ലാം ഉണ്ടായതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവർക്ക് സ്വന്തമായ ഒരു രാജ്യം വേണം എന്ന് ഇവർ പറയുന്നുണ്ടല്ലോ. അത് ശരിക്കും പിന്നെ അത് നമ്മൾ മതനിരപേക്ഷ ഭാരതമാണ്, അവിടെയാണ് ഇസ്ലാമിക രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഏത് ലോകത്താണ് ഇവർക്ക് ജീവിക്കുന്നത്? അവരെ ജീവിക്കുന്നത് ഹൂറിമാരുടെ ലോകത്ത്. അല്ല, അത് ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ഭാരതത്തിൽ എന്ന് പറഞ്ഞാൽ ദേശീയ ബോധമുള്ള ഒരാളും അങ്ങനെ ചിന്തിക്കില്ല. ദേശീയതാ ബോധമുള്ള ഒരു മുസ്ലിമുകളും അങ്ങനെ ചിന്തിക്കുമെന്ന് ഞാൻ കരുതുന്നുമില്ല. ഇവർ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു തരം താലിബാനിസം ഒക്കെ തന്നെയാണ്. അതായത് ഇവരുടെ സുന്നി മെജോറിറ്റി ഉള്ള രാഷ്ട്രങ്ങളിലും ഷിയ മെജോറിറ്റി ഉള്ള രാഷ്ട്രങ്ങളിലും ഒക്കെ തന്നെ അടിയാണ്. അടിയല്ലാത്ത ഒരു സ്ഥലം കാണിച്ചു തരാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കാണിക്കാൻ പറ്റും. ഏറ്റവും വലിയ ചെകുത്താന്മാരാണ് ലോകത്ത് ഇപ്പൊ ഏറ്റവും വലിയ ചെകുത്താന്മാർ. അത് ഈ ഇത്തരത്തിലുള്ള മതചിന്ത കൂടി മറ്റു മനുഷ്യരും ആരും മനുഷ്യന്മാരല്ല എന്ന് ചിന്തിക്കുന്നവരാണ് ഇവർ. വിദ്യാഭ്യാസം കൂടിയവന്മാർക്ക് തലയ്ക്ക് ബോധമില്ലാതെ, വിദ്യാഭ്യാസം ഒരു പരിധി കടത്തിൽ കൂടിക്കഴിഞ്ഞാലും തലയ്ക്ക് ഭ്രാന്താവും എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാവും. അതായത് ഇവർ പഠിക്കുന്നത് മുഴുവനും ഈ എന്താ പറയാ, ഇത്തരത്തിൽ ഉള്ള വൈകൃതങ്ങളാണ്. വൈകൃതം എന്ന് പറഞ്ഞാൽ മറ്റൊരാള് എൻ്റെ മതത്തിലല്ലാത്തവൻ ശരിയല്ല, അവനെ കൊന്നു കളയണം എന്നൊക്കെ പഠിപ്പിക്കുന്നത് ഏത് തരത്തിലുള്ള ഒരു വിശ്വാസധാരയുടെ പുറത്താണ്. നമുക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയുന്നതേ, നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇത്ര നാളുണ്ടായിരുന്നത് പോലെയല്ല, കുറച്ച് നാളുകൾ കൊണ്ട്, ഒരു 10 വർഷം കൊണ്ട് നമ്മുടെ നാട്ടിൽ ഭീകരമായ രീതിയിൽ മാറ്റമുണ്ട്. അതായത് നമ്മുടെ നാട് എന്താണെന്നും നമ്മുടെ സംസ്കാരം എന്താണെന്നും ഒക്കെ ഇപ്പോൾ കുറേച്ചെങ്കിലും ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് മാഹാത്മ്യം, പാരമ്പര്യം എന്തുകൊണ്ടാണ് അപ്പോ ഈ ഒരു ഇത്ര 10 വർഷം കൊണ്ട് ഇത്രത്തോളം ആക്കിയെങ്കിൽ ഇനി കിടക്കുന്ന വർഷങ്ങളിൽ ഇങ്ങനെ തന്നെയേ പോവുള്ളൂ. തീർച്ചയായിട്ടും ഈ പറയുന്ന ഈ കഥാപാത്രത്തിൽ നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് ഔറംഗസീബിലെ, നമുക്ക് വീണ്ടും അതിലേക്ക് അവസാനിപ്പിക്കാം. അതായത് അപ്പോ പറഞ്ഞു വരുമ്പോ അത്രയ്ക്ക് തന്നെയുള്ളൂ. ഔറംഗസീബ് എന്ന് പറയുന്ന ആ ഒരു മുഗൾ ചക്രവർത്തിയെ പുകഴ്ത്താത്തതാണ്, വെള്ളപൂശാൻ ശ്രമിക്കാത്തതാണ് ഇപ്പോഴത്തെ ഈ വിവാദങ്ങൾക്കൊക്കെ കാരണം. പക്ഷെ ഇത് ഇനിയും ഉണ്ടാവും, ഇതാണ് സത്യം. പക്ഷെ ഇത്തരത്തിലുള്ള സിനിമകൾ, അതായത് നമ്മുടെ നാടിന്റെ അന്തസത്ത എന്തായിരുന്നുവോ, നമ്മുടെ നാട്ടിലെ രാജാക്കന്മാരൊക്കെ നമുക്ക് വേണ്ടി എന്ത് ചെയ്തുവോ അതെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള സിനിമകൾ ഇനിയും വരും. ഏതാണ് യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ മുഖം? ഈ പറയുന്ന മുഗൾ ചക്രവർത്തിമാരോ അല്ലെങ്കിൽ ഈ രാജ്യത്ത് നിന്ന് വിദേശ ശക്തികളായിട്ട് ഇവിടെ വന്നവരോ ഇവിടെ നശിപ്പിച്ചവരോ എന്താണെന്നുള്ളത് വ്യക്തമാക്കുന്ന സിനിമകൾ ഇനിയും വരും. ഇവന്മാരൊക്കെ ഞൊട്ടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഞൊട്ടാട്ടെ.